മഞ്ഞപ്പിത്ത രോഗബാധ സ്ഥിരീകരിച്ച കൊല്ലം അഞ്ചൽ ഇടമുളയ്ക്കൽ ഗവൺമെന്റ് ജവഹർ ഹൈസ്കൂളിലെ കിണർ വെള്ളത്തിൽ കോളിഫോം ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തി. പബ്ലിക് ഹെൽത്ത് ലാബിൽ നടത്തിയ പരിശോധനയിലാണ് ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തിയത്. 24 കുട്ടികളാണ് മഞ്ഞപ്പിത്തം ബാധിച്ച് ചികിത്സയിലുള്ളത്. തിങ്കളാഴ്ച മുഴുവൻ വിദ്യാർത്ഥികൾക്കും ജീവനക്കാർക്കുമായി രോഗപരിശോധന നടത്തും. ദിലീപ് ദേവസ്യയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ദിലീപ് ദേവസ്യ, ആയൂർ ഇടമുളയ്ക്കൽ ഗവൺമെന്റ് ജവഹർ ഹൈസ്കൂളിലെ കുട്ടികൾക്കാണ് മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചത്. ഇപ്പോൾ പബ്ലിക് ഹെൽത്ത് ലാബിൽ നടത്തിയ പരിശോധനയിൽ അവിടുത്തെ കിണറ്റിലെ വെള്ളത്തിലാണോ ഈ കോളിഫോം ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തിയത്? ആശങ്കയുള്ളൊരു സാഹചര്യമുണ്ടോ ദിലീപ്? ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. 24 കുട്ടികളാണ് മഞ്ഞപ്പിത്തം ബാധിച്ച് വിവിധ ആശുപത്രിയിൽ കഴിയുന്നത്. സെപ്റ്റംബർ 1-ാം തീയതിയായിരുന്നു ആദ്യത്തെ കുട്ടിക്ക്, അതായത് ഒന്നാമത്തെ കുട്ടിക്ക് രോഗം സ്ഥിരീകരിക്കുന്നത്. പിന്നീട് അങ്ങോട്ട് 24 കുട്ടികൾക്കും തുടരെയായിട്ട് ഇത്തരത്തിൽ രോഗം സ്ഥിരീകരിച്ചു. ഇതിനിടയിൽ സ്കൂൾ ഓണാവധിക്ക് ശേഷം സ്കൂൾ തുറക്കുന്നത് ആ സമയത്ത് തന്നെ സ്കൂളിലെ കിണറിലെ വെള്ളം പരിശോധനയ്ക്കായി അയച്ചിരുന്നു. പക്ഷേ പരിശോധനാ ഫലം ലഭിച്ചപ്പോൾ കിണറിലെ വെള്ളത്തിൽ കുഴപ്പങ്ങളൊന്നും ഇല്ല എന്നായിരുന്നു സ്കൂൾ അധികൃതരും പറഞ്ഞിരുന്നത്. പക്ഷേ തിരുവനന്തപുരം പബ്ലിക് ഹെൽത്ത് ലാബിൽ നടത്തിയ പരിശോധനയിൽ ഇന്നലെ വന്ന പരിശോധനാ ഫലത്തിൽ സ്കൂളിലെ വെള്ളത്തിൽ ഈക്കോളി ബാക്ടീരിയ ഉണ്ട് എന്ന് തെളിയുകയും ചെയ്തു. മാത്രമല്ല ഈ വെള്ളത്തിൽ നിന്നാണ് കുട്ടികൾക്ക് ഇത്തരം രോഗം പകർന്നത് എന്നുള്ളൊരു സംശയവും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആരോഗ്യവകുപ്പ് സ്കൂളിൻ്റെ തൊട്ടടുത്തുള്ള കടകളിലേക്ക് ഉപയോഗിക്കുന്ന വെള്ളവും ഒപ്പം തന്നെ സ്കൂളിൻ്റെ പരിസരത്തുള്ള വീടുകളിലെ വെള്ളവും പരിശോധിക്കുന്നുണ്ട്. മാത്രമല്ല ഈ രോഗം ബാധിച്ച കുട്ടി ഒന്നാം തീയതി രോഗം ബാധിച്ച കുട്ടിയുടെ വീട്ടിലുള്ള വെള്ളവും ഒപ്പം ആ പ്രദേശത്തുള്ള വീടുകളിലെ വെള്ളങ്ങളെല്ലാം തന്നെ പരിശോധനയ്ക്കായി എടുത്തു. ഇതിൻ്റെ ഉറവിടം എവിടെ, ഈ രോഗത്തിൻ്റെ ഉറവിടം എവിടെ നിന്നാണ് എന്നുള്ളതിനാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് ശ്രദ്ധിക്കുന്നത്. അത് കണ്ടെത്താനുള്ള ശ്രമമാണ് നടക്കുന്നത്. എന്തായാലും ഇപ്പോൾ സ്കൂള് ഈ ഓണാവധിക്ക് ശേഷം തുറന്നില്ല. ഇനിയും തുറക്കാൻ അല്പം കൂടി വൈകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. തിരുവനന്തപുരം SIT ആശുപത്രിയിലും മറ്റ് പാരിപ്പള്ളി ആശുപത്രിയിലും ഒപ്പം കൊല്ലം ജില്ലയിലെ വിവിധ സ്വകാര്യ ആശുപത്രിയിലും കുട്ടികൾ ചികിത്സയിലുണ്ട്. എന്തായാലും ഇപ്പോൾ ഈ കിണർ ശുചീകരിക്കുന്നതിൻ്റെ വേണ്ട നടപടികളാണ് ഈ ആരോഗ്യവകുപ്പ് സ്ഥിരീകരിക്കുന്നത്. ഇപ്പോൾ രക്ഷിതാക്കൾ പറഞ്ഞിരിക്കുന്നത് ഈ വെള്ളം മുഴുവൻ വറ്റിച്ച ശേഷം വറ്റിക്കണമെന്നുള്ള ആവശ്യം കൂടി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. എന്തായാലും സ്കൂൾ തുറക്കുന്നത് അല്പം കൂടി വൈകും. വേണ്ട ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് ആരോഗ്യവകുപ്പ് നേതൃത്വം നൽകുകയും ചെയ്യുന്നുണ്ട്. ഡോക്ടർ അരുൺകുമാർ.